സ്വന്തം നാട്ടിലെ ഒരു ക്ലബിനൊപ്പം ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കുന്ന 21-കാരൻ പയ്യൻ. അവൻ്റെ ഡിഫൻസീവ് എബിലിറ്റി കണ്ട് യൂറോപ്പിലെ ഒരു പ്രമുഖ ക്ലബ്ബ് തങ്ങളുടെ ബി ടീമിലേക്ക് അവനൊരു ലോൺ ഓഫർ നൽകുന്നു. ബി ടീമിലെ അവൻ്റെ പ്രകടനം അവനെ കൊണ്ടെത്തിച്ചത് സീനിയർ ടീമുമായുള്ള കരാറിലേക്കാണ്. പക്ഷേ അവിടെ അവന് പലപ്പോഴും കാര്യമായ അവസരങ്ങൾ ലഭിച്ചില്ല. അതോടെ ക്ലബ്ബ് തന്നെ ഇടപെട്ട് യൂറോപ്പിലെ മറ്റൊരു ടീമിലേക്ക് ലോണിൽ പറഞ്ഞയച്ചു. അവിടുത്തെ ഒറ്റ സീസൺ അയാളെ തിരികെ സ്വന്തം ടീമിലെത്തിച്ചു. പിന്നീട് അവനില്ലാത്തൊരു ഇലവനെ പറ്റി അവർക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. കളിച്ച ക്ലബ്ബുകളിലും ദേശീയ ടീമിലും അവനെ അവർ ടാങ്ക് എന്ന് വിളിച്ചു. മിഡ്ഫീൽഡിൽ പാറ്റൺ ടാങ്ക് പോലെ നിന്ന് അവൻ്റെ പേര് കാർലോസ് ഹെൻറിക് കാസമീറോ. സാവോ പോളോ വിട്ട് റയലിലേക്ക് നടത്തിയ ചുവടുമാറ്റമാണ് കാസമീറോ എന്ന ബ്രസീലുകാരനെ ലോക ഫുട്ബോളിൻ്റെ മുന്നിൽ എടുത്തുയർത്തിയത്. അതുവരെ സാധാരണഗതിയിൽ പോയിരുന്ന കരിയർ ഗ്രാഫിനെ കുത്തനെ മുകളിലേക്ക് ഉയർത്തിയ ഒരു ട്രാൻസ്ഫർ. നേരത്തെ ലോൺ അടിസ്ഥാനത്തിൽ റയൽ മാഡ്രിഡ് കാസിയിൽ നടത്തിയ പ്രകടനത്തിൻ്റെ പേരിലാണ് കാസമീറോക്ക് സീനിയർ ടീമിലേക്കുള്ള വിളിയെത്തുന്നത്. പക്ഷേ സാമിക്കെതിരെയും ഇല്ലാറമെൻ്റെയും ഒക്കെയുള്ള നിരയിൽ അയാൾക്കൊരു അവസരം ലഭിക്കില്ലെന്ന് തിരിച്ചറിവ് താരത്തിനായി പോർട്ടോ സമർപ്പിച്ച ലോൺ ഓഫറിനോട് യെസ് പറയാൻ റയലിനെ പ്രേരിപ്പിച്ചു. അങ്ങനെ കാസമീറോ നേരെ പോർച്ചുഗലിലേക്ക് വണ്ടി കയറി. ആ ലോൺ സ്പെൽ കാസമീറോയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറ കൂടിയായിരുന്നു. തന്നെ എന്തിൻ്റെ പേരിലാണോ റയൽ ടീമിലെടുത്തത് അതിനെല്ലാം പോകുന്ന ഒരാളാണ് താനെന്ന് തെളിയിച്ചൊരു വർഷക്കാലം. യൂലൻ ലോപ്റ്റഗുയി എന്ന സ്പാനിഷ് പരിശീലകന് കീഴിൽ താരം പോർട്ടോ കുപ്പായത്തിൽ നിറഞ്ഞാടി. ആ വർഷം പോർട്ടോ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 8 കടന്നതും ക്വാർട്ടർ ഫൈനലിൻ്റെ ആദ്യ പദത്തിൽ ബയണിനെ പരാജയപ്പെടുത്തിയതുമെല്ലാം കാസമീറോയുടെ കൂടി കരുത്തിലായിരുന്നു. അതോടെ കാസമീറോയുടെ ഡിഫൻസീബിലിറ്റിയും മിഡ്ഫീൽഡിലെ കോർഡിനേഷനും വീണ്ടും യൂറോപ്പിലാകെ ചർച്ചയായി. പല പ്രമുഖ ക്ലബ്ബുകളും ലോണിലും അല്ലാതെയും താരത്തെ ടീമിലെത്തിക്കാൻ റയലിന് മുന്നിലെത്തി. പക്ഷേ റയലിൻ്റെ പ്ലാൻ മറ്റൊന്നായിരുന്നു. 2015 അവർ കാസമീറോയെ തിരികെ ടീമിലേക്ക് വിളിച്ചു. റാഫ ബെനിറ്റസ് ആയിരുന്നു അക്കാലത്ത് റയലിൻ്റെ പരിശീലകൻ. ബെനിറ്റസിന് കീഴിൽ 11-ൽ ഇറങ്ങി തുടങ്ങിയ താരം ഒരു മോൺസ്റ്റർ പരിവേഷത്തിലേക്ക് വരുന്നത് സിനദിൻ സിദാന്റെ വരവോടെയാണ്. ടോണി ക്രൂസ്, ലൂക്ക മോഡ്രിച്ച്, കാസമീറോ. റയലിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡറുടെ ജനനം അവിടെയായിരുന്നു. സിദാന് കീഴിൽ റയൽ യൂറോപ്പിലാകെ പടവെട്ടി കിരീടങ്ങൾ കൊയ്യുമ്പോൾ മികച്ചൊരു തേരാളിയായി കാസമീറോ ആ മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നു. ചുരുക്കം സമയങ്ങളിൽ ഫൗളിൽ കലാശിക്കാറുണ്ടെങ്കിലും കാസമീറോയുടെ ടാക്കളും ഇൻ്റർസെപ്ഷനുമെല്ലാം ഏതൊരു മുന്നേറ്റ താരത്തിനും പേടി സ്വപ്നമായിരുന്നു. ഷോട്ട് എടുക്കാൻ കാലുയർത്തുമ്പോഴേക്ക് പന്തുമായി കാസമീറോ കടന്നുപോയിരിക്കും. എൽ ക്ലാസിക്കോ രാവുകളിൽ മെസ്സി ഉൾപ്പെടെയുള്ള വമ്പന്മാരുമായുള്ള കൊമ്പുകോർക്കൽ അത്ര പെട്ടെന്നൊന്നും ആരും മറന്നു കാണാനിടയില്ല. ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ് കിരീട നേട്ടവുമായി സിദാന്റെ റയൽ മാഡ്രിഡ് യൂറോപ്പ് അങ്ങനെ അടക്കി വാഴുമ്പോൾ എന്തിനും പോകുന്ന വിശ്വസ്തനായ പോരാളിയായി കാസമീറോ പരിശീലകന്റെ നിർദ്ദേശങ്ങൾക്ക് കാതോർത്ത് നിന്നു. 2021-ൽ ക്ലബ്ബുമായി 4 വർഷത്തെ കരാർ ഒപ്പിട്ട താരം അപ്രതീക്ഷിതമായാണ് 2022-ൽ റയലിൻ്റെ പടിയിറങ്ങുന്നത്. ബ്രൈറ്റനോടും ബ്രെൻഫോർഡിനോടും നാണം കെട്ട് തോറ്റ് സ്വന്തം സീറ്റ് സംശയത്തിലായിരിക്കുന്ന എറിക് ടെൻ ഹാഗിന് കളി പിടിക്കാൻ പോകുന്നൊരു മിഡ്ഫീൽഡറെ ടീമിലെത്തിക്കുക എന്നത് നിർബന്ധമുള്ള കാര്യമായിരുന്നു. പല വിൻഡോയിലും യുണൈറ്റഡ് ഓഫർ നൽകിയിട്ടും നോ പറഞ്ഞ് ഫ്രാങ്കി ഡിയോങ് ഒരിക്കൽ കൂടി അവരുടെ ഓഫർ നിരസിച്ചതോടെ ടെൻ ഹാഗിൻ്റെ കണ്ണുകൾ കാസമീറോക്ക് മേൽ പതിച്ചു. ഒടുവിൽ 60 ബില്യൺ പൗണ്ട് എന്ന പ്രൈസ് ടാഗിൽ ഫ്ലോറിഡിനോ പെരസ് കാസമീറോയെ ഓൾഡ് ട്രാഫർഡിലേക്ക് പറഞ്ഞയച്ചു. റയലിനൊപ്പമുള്ള 8 വർഷ കാലയളവിൽ നേടിയ 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളുടെ പകിട്ടുമായാണ് കാസമീറോ മാഞ്ചസ്റ്ററിൻ്റെ മുറ്റത്തെത്തുന്നത്. പക്ഷേ ഫെർഗൂസിന് ഇറക്കിയ ശേഷം നിലമില്ലാ കയത്തിൽ വീണ യുണൈറ്റഡിൽ കാര്യങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. ടെൻ ഹാഗിന് കീഴിൽ ഒരു താളം കണ്ടെത്താനാവാതെ അവർ വല്ലാതെ പാടുപെടുന്ന സമയമായിരുന്നു അത്. ഓൾഡ് ട്രാഫോർഡിൽ ലിവർപൂളിനെതിരെ യുണൈറ്റഡ് ജയിച്ച മത്സരത്തിലാണ് കാസമീറോയുടെ പ്രസന്റേഷൻ നടക്കുന്നത്. അന്ന് ആ ഗാലറിയിൽ തിങ്ങി നിറഞ്ഞ കാണികളുടെ മുഖത്ത് താരം പ്രതീക്ഷയുടെ വെട്ടം പകർന്നു. സദാംപ്ടനെതിരായ എവേ മത്സരത്തിൽ യുണൈറ്റഡ് കുപ്പായത്തിൽ കാസമീറോ അരങ്ങേറി. 18-ാം നമ്പറായിരുന്നു യുണൈറ്റഡിൽ കാസമീറോ തിരഞ്ഞെടുത്തത്. തൻ്റെ ഐഡലുകളിൽ ഒന്നായി താരം കണക്കാക്കുന്ന പോൾ സ്കോൾസ് ധരിച്ച അതേ 18-ാം നമ്പർ. ഒക്ടോബറിലെ പ്ലെയർ ഓഫ് ദ മന്ത് പുരസ്കാരം ഷെൽഫിലെത്തിച്ച താരം ആ നമ്പറിൽ നൽകാവുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ടാണ് അന്ന് നൽകിയത്. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലായിരുന്നു കാസമീറോയുടെ യുണൈറ്റഡ് കുപ്പായത്തിലെ ആദ്യ ഗോൾ പിറക്കുന്നത്. ചെൽസിക്കെതിരായ മത്സരത്തിൽ താരത്തിൻ്റെ ഗോളിൽ യുണൈറ്റഡ് അന്ന് സമനില പിടിച്ചു. പിന്നാലെ ലോകകപ്പിനായി ഖത്തറിലേക്ക് വണ്ടി കയറിയ താരം ക്വാർട്ടർ ഫൈനലിൽ ക്രൊയേഷ്യക്കെതിരെ തോറ്റ ദുഃഖവും പേറിയാണ് തിരികെ മാഞ്ചസ്റ്ററിലെത്തുന്നത്. ക്ലബ്ബിൽ ക്രിസ്ത്യൻ എറിക്സനുമായി താരത്തിന് വല്ലാത്തൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. ഇരുവരും ഒന്നിച്ച് കളിച്ച തുടർച്ചയായ 17 മത്സരങ്ങളിൽ ക്ലബ്ബ് തോൽവി അറിഞ്ഞതേയില്ല. ഇരുവരുടെയും കൂട്ടുകെട്ട് യുണൈറ്റഡിനെ നല്ല കാലത്തിലേക്ക് കൈപിടിച്ച് നടത്തുമെന്ന ചിന്ത ആരാധകരിൽ അന്നുയർന്നു. പക്ഷേ ക്രിസ്റ്റൽ പാലസിനും സദാംപ്ടനെതിരെയും കാസമീറോ നേടിയ റെഡ് കാർഡുകൾ ആ കോമ്പിനേഷൻ തകർത്തു. എമിറേറ്റ്സിൽ ഗണ്ണേഴ്സിനെതിരെ യുണൈറ്റഡ് കളത്തിലിറങ്ങുമ്പോൾ സസ്പെൻഷൻ മൂലം പുറത്തിരിക്കാനായിരുന്നു താരത്തിൻ്റെ വിധി. റെഡ് കാർഡ് സസ്പെൻഷൻ മാറി കാസമീറോ തിരിച്ചെത്തുന്നത് കരബാവോ കപ്പിൻ്റെ ഫൈനലിലാണ്, കരുത്തരായ ലൂക്കാസിനെതിരായ പോരാട്ടത്തിന്. അവിടെ ഒരു ഗോളടക്കം മാൻ ഓഫ് ദി മാച്ച് അവാർഡുമായാണ് താരം കളം വിട്ടത്. ഗോളിലേക്ക് ഇരമ്പിയെത്തിയ പല ന്യൂക്കാസിൽ മുന്നേറ്റങ്ങളെയും മുളയിലെ നുള്ളാൻ കാസമീറോക്കായി. പക്ഷേ പിന്നാലെ ആൻഫീൽഡിൽ പോയി ബദ്ധവൈരികളായ ലിവർപൂളിനോട് എതിരില്ലാത്ത 7 ഗോളിന് തോറ്റത് കിരീട വിജയത്തിൻ്റെ മാറ്റു കുറച്ചു. ആദ്യ സീസണിൽ 50-ലേറെ മത്സരങ്ങൾ യുണൈറ്റഡിനായി കളിച്ച താരം വരും സീസണുകളിലും താൻ ടീമിലെ സ്ഥിരം സാന്നിധ്യമാവുമെന്ന അടയാളപ്പെടുത്തൽ കൂടി അന്ന് നടത്തി. കാസമീറോ കൈവിട്ടത് തങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമായി റയൽ മാഡ്രിഡിൻ്റെ അടുത്ത വൃത്തങ്ങൾ പിന്നീട് തുറന്ന് സമ്മതിക്കുകയുമുണ്ടായി. ക്രിസ്ത്യൻ എറിക്സന് പകരം മെയ്സൺ മൗണ്ടിനെ എത്തിച്ച് മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാനുള്ള ടെൻ ഹാഗിൻ്റെ പദ്ധതി അടുത്ത സീസണിൽ ഫലം കണ്ടില്ല.
തോൽവിയുടെയും നിരാശയുടെയും പടുകുഴിയിലേക്ക് ക്ലബ്ബ് വീഴുന്നത് ആരാധകർ കണ്ടുനിന്നു. ഏറെ പ്രതീക്ഷയോടെ ഇന്ററിൽ നിന്നും എത്തിച്ച ഒനാനയാകട്ടെ ഗോളുകൾക്കൊപ്പം പോയിന്റുകളും കിരീടങ്ങളും കൈവിട്ടു. ദുരന്തപൂർണമായ ഒരു സീസണിൽ യുണൈറ്റഡ് പന്ത് തട്ടിയപ്പോൾ കസമീറോയുടെ പ്രകടനം പലപ്പോഴും കയ്യടികൾ നേടി. ശരീരഭാരം വർദ്ധിച്ചതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ പെയ്തിറങ്ങിയപ്പോൾ വികാരാതീതനായി മറുപടി നൽകാതെ ഫിറ്റ്നസ് വീണ്ടെടുത്ത് കാസമീറോ വിമർശകരോട് വായടപ്പിച്ചു. യുവ മിഡ്ഫീൽഡർമാർക്ക് പോലും കാലിടറുന്ന പ്രീമിയർ ലീഗിന്റെ കളിമുറ്റത്ത് 30 മിനിറ്റ് അയാൾ അനായാസം പന്ത് തട്ടി. ക്ലീനായ ടാക്കിളുകൾ, ഒന്നിനൊന്ന് മികച്ച ഇന്റർസെപ്ഷനുകൾ, ഏരിയൽ ഗ്രൗണ്ട് ഡ്യൂലുകളിൽ പുലർത്തുന്ന മികവ് എല്ലാവരുടെയും കയ്യടികൾക്ക് നേടി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എതിർ ഡിഫൻസും വലയും തുളക്കുന്ന ബുള്ളറ്റ് ഷോട്ട് ഗോളുകൾ. റയലിന്റെ പഴയ കാസമീറോ എങ്ങും പോയിട്ടില്ലെന്ന പ്രഖ്യാപനമായിരുന്നു കാസമീറോയുടെ യുണൈറ്റഡിന്റെ തുടക്ക കാലഘട്ടത്തിൽ. ടീമിന്റെ മോശം അവസ്ഥയിലും എടുത്തു പറയുന്ന ഒറ്റയാൾ പ്രകടനം. വന്ന ഹൈപ്പിൽ അധികകാലം തുടരാൻ കാസമീറോ കഴിയില്ല. അയാളുടെ പേസും എബിലിറ്റിയുമെല്ലാം നിരന്തരം ചൂഷണം ചെയ്യപ്പെട്ടു. പുതിയ മുന്നേറ്റ താരങ്ങളൊക്കെയും അയാളെ വളരെ അനായാസത്തിൽ മറികടന്നു. അയാളുടെ ടാക്കിളുകൾക്കും ഇന്റർസെപ്ഷനുകൾക്കും പഴയ പ്രിസിഷൻ നഷ്ടമായി. പഴയ കാസമീറോയുടെ നിഴലിലേക്ക് അയാൾ ഒതുങ്ങിപ്പോയി. അയാളുടെ പെർഫോമൻസ് ഒന്നുകൊണ്ട് മാത്രം പല മത്സരങ്ങളും യുണൈറ്റഡിന് പോയിന്റുകൾ കൈവിടേണ്ടി വന്നു. പകരക്കാരനായ യുണൈറ്റഡ് ഉറൂഗ്യൻ താരം ഉഗാർട്ടയെ ടീമിലെത്തിച്ചു. പക്ഷേ ആ നീക്കവും ഫലം കണ്ടില്ല. മിഡ്ഫീൽഡിലെ താഴ്പിഴകൾ തുടർന്നുകൊണ്ടേയിരുന്നു. നിരന്തര വിമർശനങ്ങൾക്കും കുത്തുവാക്കുകൾക്കുമിടയിൽ കാസമീറോ പതിയെ വീണ്ടും ട്രാക്കിലാവാൻ തുടങ്ങി. 4 മാസങ്ങൾക്കിപ്പുറം അയാൾ യുണൈറ്റഡിനോട് ബൈ പറയാൻ ഒരുങ്ങുകയാണ്. ഈ സീസണോട് അവസാനിക്കുന്ന തൻ്റെ കരാർ ഇനി പുതുക്കാനില്ലെന്നാണ് താരം ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. കാസമീറോയുടെ പടിയിറക്കം യുണൈറ്റഡിൻ്റെ മധ്യനിരയിൽ ഉണ്ടാക്കാൻ പോകുന്ന വിടവ് ചെറുതൊന്നുമല്ല. മാനുവൽ ഉഗാർട്ടയെ വിൽക്കാൻ നേരത്തെ ഒരുങ്ങിയ ക്ലബിന് വരുന്ന സമ്മറിലോ അതിന് മുന്നോടിയായോ 2 മിഡ്ഫീൽഡർമാരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. കാരിക്കിൻ്റെ വരവോടെ യുണൈറ്റഡിൽ തുടരാൻ പ്ലാൻ ചെയ്യുന്ന കോബി മൈനുവിന് അടുത്ത സീസണോടെ സ്ഥിരം സ്റ്റാർട്ടർ റോളിലേക്ക് ഉയരാം. കാർലോസ് ബലേബ, ആദം വാർട്ടൺ, കീ സ്മിത്ത്, റൂബൻ നേവസ് എന്നിങ്ങനെ ആ സ്പോട്ടിലേക്ക് യുണൈറ്റഡ് തിരിയുന്ന പകരക്കാരുടെ നിര വലുതു തന്നെയാണ്. സൗദി ക്ലബ് അൽ നസറാണ് കാസമീറോ ടീമിലെത്തിക്കാൻ മുൻപതിയിലുള്ളത്. 6 വർഷക്കാലമായി ഷെൽഫിലെത്താത്ത സൗദി പ്രോ ലീഗ് കിരീടം നേടുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അതിന് യൂറോപ്പിലെ തന്നെ പല പ്രമുഖ താരങ്ങളെയും ടീമിലെത്തിച്ച് ശക്തി കൂട്ടാനാണ് അവർ ഒരുങ്ങുന്നത്. താരത്തിൻ്റെ രംഗത്തുള്ള മറ്റൊരു ടീം ഇന്റർ മയാമിയാണ്. സെർജിയോ ബുസ്കറ്റ്സിന്റെ വിരമിക്കലിന് പിന്നാലെ ഒഴിഞ്ഞുകിടക്കുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിലേക്ക് ബെക്കാം താരത്തെ പരിഗണിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ ഉയരുന്നുണ്ട്. മുൻ ക്ലബ്ബായ സാവോ പോളോയും കാസമീറോയുടെ ലക്ഷ്യസ്ഥാനമായി പറയപ്പെടുന്നു. ഏതായാലും തൻ്റെ നല്ല കാലത്ത് യൂറോപ്യൻ ഫുട്ബോൾ അടക്കിവാണ ഒരു താരം കൂടി കരിയറിൻ്റെ അവസാന ഫേസിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ്. നല്ല കുറേ ഓർമ്മകളും മുഹൂർത്തങ്ങളും സമ്മാനിച്ച്.